ഇടത്തെ കൈ ഇല്ലേ ഇല്ല, വലത്തെ കൈ മുട്ടിന് താഴെ വരെ മാത്രം. കാലുകൾ രണ്ടും ഒന്നിനും കഴിയാത്ത വിധം തളർന്നവ. അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ടി വി പാട്ടുകൾ ശ്രദ്ധിക്കും. കൈപ്പത്തിയില്ലാത്ത വലത്തെ കൈകൊണ്ട് താളം പിടിക്കും. താളത്തിനൊത്ത് വിഷമിച്ച് വിഷമിച്ച് ശരീരം അനക്കും. വാപ്പിയും ഉമ്മിയും അത് പ്രോത്സാഹിപ്പിച്ചു. ഒന്നിനും ആവതില്ലാത്ത തങ്ങളുടെ പാവം കുഞ്ഞ് അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട്. അതായിരുന്നു തുടക്കം. 250 രൂപയുടെ കളിപ്പാട്ട കീബോർഡിൽ വായിച്ചു തുടങ്ങി. 10 വിരലും ഉപയോഗിച്ചാലും കുട്ടിക്കാലത്ത് വഴങ്ങാത്ത കീബോർഡ് വിരലുകളില്ലാത്ത യാസിൻ പഠിച്ചെടുത്തത് 9-ാം വയസ്സിൽ. ആ നേട്ടം ഒരു ഗുരുവിൻ്റെയും സഹായമില്ലാതെ. പിന്നീടുണ്ടായത് മാസ്റ്റർ യാസിൻ എന്ന പ്രൊഫഷണൽ കീബോർഡ് വാദകൻ. പിന്നാലെ കണ്ണും കെട്ടി കീബോർഡിൽ ദേശീയ ഗാനം ആലപിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. %80 ചലന അവയവ വെല്ലുവിളി നേരിടുന്ന ഈ 12-കാരന് ഇന്ന് നൃത്തവും ചിത്രരചനയും കഥാരചനയും അന്യമല്ല. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല നടനായും അംഗീകാരം നേടി. പഠിക്കുന്നത് സാധാരണ സ്കൂളിൽ, ക്ലാസ്സിലും ഒന്നാമൻ. ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട യാസിന്റെ വീട് ഇതാണ്. പാതി ടിൻഷീറ്റിട്ട കൊച്ചു വീട്, പെരുമഴയിൽ വെള്ളം കെട്ടിയ മുറ്റം, കനത്ത മഴയ്ക്ക് അകത്തും വെള്ളം കയറുന്ന വീട്. ഈ വീട്ടിലിരുന്നാണ് യാസിൻ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾ ഹർഷാരവങ്ങളോടെ ക്ഷണിക്കുന്നു മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങളിലേക്ക്. 50% ചലന അവയവ വെല്ലുവിളികളെ നേരിട്ട് തന്നെ വളർന്നിട്ടും മിടുക്കനായി മാറിയ മാസ്റ്റർ യാസിനാണ് ഈ വർഷത്തെ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവ്. ഏറെ സ്നേഹത്തോടെ മമ്മൂക്കയുടെ അടുത്തേക്ക് നമുക്ക് ക്ഷണിക്കാം മാസ്റ്റർ യാസിൻ. കൈരളി ഫീനിക്സ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മാസ്റ്റർ യാസിനെയും പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ആർ ബിന്ദു. ഇനി യാസിന് നമ്മളോട് പറയാനുള്ളത് കേൾക്കണം. അതിനു മുൻപ് ഇത്രയും നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചില്ല ഒരു പാട്ട് കേൾക്കണമെന്ന്. അപ്പോൾ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു. ക്യാഷ് അവാർഡിന് ശേഷം യാസിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് നമുക്ക് വേണ്ടിയുണ്ട്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. കൺഗ്രാജുലേഷൻസ് യാസിൻ. അപ്പം നമുക്ക് പറയാനുള്ളതിന് മുൻപ് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യോ? റെഡി?
അമ്മൂക്കയുടെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ വിഷസ് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഇടാറുണ്ട്. അതിനകത്ത് CBIയിലെ BGMഉം പിന്നെ മധുരരാജ എന്ന് പറയുന്ന സിനിമയിലെ മോഹമുദ്രി എന്ന് പറയുന്ന ഗാനം വായിച്ചിടാറുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം. റെഡി യാസിൻ? റെഡി? ഓക്കെ. ഇനി പാട്ട് വായിക്കാം. എല്ലാവരും കൂടെ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. റെഡി? യെസ്, റെഡി.